ഹായ് ഫ്രണ്ട്സ്, ഹോംമേക്കേഴ്സ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ ഞണ്ട് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് എങ്ങനെ കറി ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് വേണം. അപ്പോൾ അതിന് ഞാൻ ഒരു 20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സവോള, പിന്നെ 2 പച്ചമുളക്, 2 തക്കാളിക്ക, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചതച്ച് വെച്ചേക്കുക, പേസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ ഒരു അരമുറി തേങ്ങയുടെ പാല്. പിന്നെ ഞാൻ ആ ഞണ്ടൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പോവാം. ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനകത്ത് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ ഞാൻ. കുറച്ച് കടുക്. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ നമുക്ക് പിന്നീട് കൊച്ചുള്ളി ഇടണം. കൊച്ചുള്ളി ആദ്യമേ ഇടുന്നത് എന്ത് പറയുമ്പോൾ ഇത് കൊച്ചുള്ളി വാടാൻ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് കൊച്ചുള്ളി ഇടണം. നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടണം. കൊച്ചുള്ളി നമ്മുടെ വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവോളയും കൂടി ഇടാം. അതിൻ്റെ കൂടെ ഈ പച്ചമുളകും കൂടി ഇട്ടേക്കാം. ഇനി എല്ലാം നല്ലപോലെ വാടണം. ഇറക്കി കൊടുക്കുക. സവോള എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇത് വാടി വരണം. ഈ ഞണ്ട്, കൊഞ്ച്, കക്ക ഇതൊക്കെ നമ്മുടെ കൊല്ലംകാരുടെ സ്പെഷ്യൽ ഫിഷല്ലേ. അപ്പോൾ നമുക്കിത് ഫ്രഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഞണ്ട് കറിയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് വരുമ്പോൾ ഞാൻ മേടിക്കും. ഇത് എപ്പോൾ വന്നാലും ഞാൻ ഞണ്ട് മേടിക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. സവോള എല്ലാം വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്ത് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന തക്കാളിക്ക ഇടാം. തക്കാളിക്ക് എല്ലാം നല്ലപോലെ വാടണം. ഇത് 2 മിനിറ്റ്. അതിലോട്ട് നമുക്ക് 1.5 സ്പൂണ് മുളക് പൊടി ഇടണം. അത് കാശ്മീരി പൊടിയാണ് ഇടുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി അത് 1/2 ടീസ്പൂൺ മതി. ഇത് നന്നായി നമുക്ക് മിക്സ് ആക്കാം. ഇതിൽ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കണം നന്നായി. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച് കൊഞ്ചില്ലേ, ക്ലീൻ ആക്കി വെച്ച് ആ കൊഞ്ച് ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഈ മസാലയിലോട്ട് അങ്ങ് ഇടണം. ഇട്ടിട്ട് ഇത് നന്നായി മിക്സ് ആക്കണേ. നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിക്കല്ലേ, ചൂട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ആക്കാം. ഈ മസാല ഇതിൽ നല്ലപോലെ പിടിക്കണം. ഒരു 15 മിനിറ്റ് നമ്മൾ അടിച്ച് വെച്ച് ക്ലോസ് ചെയ്ത് ഇത് വേവിക്കണം. 15 മിനിറ്റ് ഞണ്ടൊക്കെ നല്ലപോലെ വേവണം. ഇത് കൊച്ചു ഞണ്ടായതുകൊണ്ട് അത്ര വേവണ്ട, 15 മിനിറ്റ് മതി നമുക്ക്. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്രഷ് കറിവേപ്പില തന്നെ ഇടണം. ഇത് വേണ്ട നിങ്ങൾക്ക് ഇത് പറ്റിച്ചിട്ട് ഇങ്ങനെ തന്നെ കൂട്ടാം. പക്ഷെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണോണ്ട് നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 5 മിനിറ്റ് ആ തേങ്ങാപ്പാൽ അതിലോട്ട് കിടന്ന് വേവണം ഞണ്ട്. അപ്പോൾ നമ്മളിത് അടിച്ച് വെച്ചേക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. നല്ലൊരു മസാലയുടെ മണവും എൻ്റെ കിച്ചൺ മൊത്തം മസാലയുടെ ഒക്കെ മണമായിട്ട് നിറഞ്ഞിരിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഞണ്ടിൽ ഈ മസാലയൊക്കെ നല്ലപോലെ പിടിക്കണം. അതാണ് 15 മിനിറ്റ് പറഞ്ഞ്. ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു. ആ തേങ്ങാപ്പാലും കൂടി അതിലോട്ട് ഒഴിക്കണം. ഒഴിച്ചിട്ട് നമുക്ക് ഇത്
ഇളക്കി മിക്സാക്കി വയ്ക്കാം. അപ്പോൾ ഈ തിളയ്ക്കുന്ന ഞണ്ട് കറിയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇടാം. എരി കഴിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് ഇത്. കുരുമുളക് പൊടി, ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിൽ ഇടുക. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പ് ഇച്ചിരി കുറഞ്ഞിരിക്കും, പക്ഷെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ഇടുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല ചൂട് ചോറിനകത്തോട്ട് ഇട്ട് നമ്മൾ സെർവ് ചെയ്താൽ നമുക്ക് ഇത് തന്നെ മതി. കൂട്ടാൻ വേറെ ഒന്നും ഇല്ലെങ്കിലും ഇത് തന്നെ മതി നമുക്ക്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക വീട്ടിൽ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഞാൻ പുതിയൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.